നിതീഷ് കുമാറിൻ്റെ JDU എന്ന് പറയുന്ന പാർട്ടിയാണ് ഇപ്പോൾ BJP ബീഹാറിൽ സഖ്യം ചേർന്നിരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത്. ഈ നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് പുറമെ RJD എന്ന് പറയുന്ന ലല്ലു പ്രസാദ് യാദവിൻ്റെ ഒരു പാർട്ടി അപ്പുറത്തുണ്ട്. ഈ ലല്ലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയുമായി BJPക്ക് സഖ്യം ചേരാനായിട്ട് എന്തെങ്കിലും ഒരു നീക്കമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇത് പൊളിറ്റിക്സാണ്. അപ്പോൾ ആ പൊളിറ്റിക്സിൽ എന്ത് സംഭവിക്കാം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോഴിതാ ജനശക്തി ജനതാദൾ സ്ഥാപകനും ഭാരതീയ ജനതാ പാർട്ടി MP-യുമായ രവി കിഷോർ വെള്ളിയാഴ്ച പട്ന വിമാനത്താവളത്തിൽ വെച്ച് ഒരു വലിയൊരു വിവാദത്തിൽ ഏർപ്പെട്ടു. വിവാദം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ വിവാദമുണ്ടാക്കിയതാണിത്. മുൻ RJD നേതാവും നടനും രാഷ്ട്രീയക്കാരുമായിട്ടുള്ള തേജ് പ്രതാപ് യാദവ് സംസ്ഥാനത്ത് പ്രത്യേക പ്രചാരണ പരിപാടികൾക്ക് ശേഷം വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ ഇരുവരെയും സമീപിച്ചതോടെയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ദൃശ്യം കാണികളുടെ ശ്രദ്ധയിൽ പിടിച്ചു പറ്റിയത്. രവി കിഷനെ ആദ്യമായാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും ശിവഭക്തിയുടെ കാര്യത്തിൽ ഞാനും അദ്ദേഹം ഒരു നിലപാടുകാരാണ്. ഞങ്ങൾ രണ്ടുപേരും നെറ്റിയിൽ ടിക്ക ധരിക്കുന്നുവെന്ന് പിതാവ് ലല്ലു പ്രസാദ് യാദവ് RJDയിൽ നിന്ന് പുറത്താക്കിയ യാദവ് പറയുന്നു. BJPയുമായി സഖ്യമുണ്ടാക്കുമോ എന്ന് ചോദിച്ചപ്പോൾ തൊഴിലില്ലായ്മ ഇല്ലാതാക്കുന്ന ആരോടൊപ്പവും ഞാൻ ഉണ്ടാകുമെന്നായിരുന്നു യാദവിൻ്റെ മറുപടി. അതേസമയം യോഗത്തെ ന്യായീകരിച്ചുകൊണ്ട് രവി കിഷൻ പറഞ്ഞത് ജനങ്ങളുടെ പ്രശംസ നേടുന്നത് അദ്ദേഹത്തിൻ്റെ ഹൃദയമാണ്. എന്തും സംഭവിക്കാം. വ്യക്തിപരമായിട്ടുള്ള അജണ്ട കാരണം രാഷ്ട്രീയത്തിലല്ല, നിസ്വാർത്ഥ സേവനത്തിനായി സമർപ്പിതരായ ഭോലേനാഥിൻ്റെ എല്ലാ ഭക്തർക്കും BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നുവെന്നാണ് യാദവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. RJDയിൽ നിന്ന് യാദവിനെ പുറത്താക്കിയതിനെക്കുറിച്ച് പ്രതികരിക്കാൻ രവി കിഷൻ വിസമ്മതിച്ചു. ഇപ്പോൾ അത്തരം ചോദ്യങ്ങൾ എന്നോട് ചോദിക്കരുത്. ഇത് തിരഞ്ഞെടുപ്പ് കാലമാണ്. എന്നിരുന്നാലും ബീഹാറിലെ ജനങ്ങൾ ശരിയും തെറ്റും വേർതിരിച്ചറിയാൻ തക്ക ബുദ്ധിയുള്ളവരാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ശ്രദ്ധേയമായി തേജ് പ്രതാപ് യാദവ് ബീഹാറിലെ ഗയയിൽ തൻ്റെ പാർട്ടി സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം നടത്തിയപ്പോൾ രവി കിഷൻ കിഴക്കൻ ചമ്പാരനിലും പടിഞ്ഞാറൻ ചമ്പാരനിലുമായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.